ഏതെങ്കിലും ഇൻഷുറൻസ് ഏജന്റ് നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറയുമ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അയാൾ പറയുന്ന ഇൻഷുറൻസ് പോളിസിയിൽ ചേരാൻ തയ്യാറാകും. എന്നാൽ ഇൻഷുറൻസ് പോളിസികളുടെ വ്യക്തമായ ബെനിഫിറ്റുകളെ കുറിച്ച് അറിയാത്ത ഒരാളാണ് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ സാധാരണഗതിയിൽ ഇൻഷുറൻസ് ഏജന്റുമാർ സമീപിക്കുമ്പോൾ അവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ഇൻഷുറൻസുകളെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. ഇൻഷുറൻസുകളെയോ ഇൻഷുറൻസ് ഏജന്റുമാരെയോ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇവയിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും കൊണ്ടായിരിക്കും. എന്നാൽ നമുക്ക് ഏതൊക്കെ ഇൻഷുറൻസ് പോളിസികളാണ് ആവശ്യമായിട്ടുള്ളത്, നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പോളിസി കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്, നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം നമുക്ക് താങ്ങാവുന്നതാണോ എന്നും ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്തരത്തിലൊക്കെയുള്ള ബെനിഫിറ്റുകളാണ് കിട്ടുന്നതെന്ന് വ്യക്തമായി അറിവുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് ഏജന്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പോളിസി ഏതാണെന്ന് അവരോട് പറഞ്ഞാൽ അവർ അത് നമുക്ക് നൽകുന്നതാണ്. അല്ല എങ്കിൽ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാകുന്ന പോളിസികളായിരിക്കും നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത്. മാത്രമല്ല, പോളിസി ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ കേട്ടിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാത്തതും അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജന്റുമാരെ ഒക്കെ അകറ്റി നിർത്തുന്നതും. ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഇൻഷുറൻസ് സ്കീമുകൾ നൽകുന്ന കമ്പനികളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് SBI ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. SBI ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ കീഴിൽ വിവിധ തരത്തിലുള്ളതും നമുക്ക് അനുയോജ്യമായിട്ടുള്ളതുമായ നിരവധി പോളിസികൾ ലഭ്യമാണ്. ഉദാഹരണത്തിന് ഹെൽത്ത് ഇൻഷുറൻസുകളിൽ തന്നെ പല വിധത്തിലുള്ളതും നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതുമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകൾ അവൈലബിൾ ആണ്. മാത്രമല്ല, ഹോം ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, സൈബർ ഇൻഷുറൻസ്, അങ്ങനെ പല മേഖലകളിൽ പലതരത്തിലുള്ള ഇൻഷുറൻസുകൾ SBI ജനറൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നമുക്ക് എടുക്കാവുന്നതാണ്. ഇവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് SBI ജനറൽ മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത്. ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ മാത്രമല്ല ഓൺലൈനായി ഇൻഷുറൻസുകൾ എടുക്കുന്നതിനും ഈ ആപ്പ് വഴി സാധിക്കുന്നതാണ്. അവ വർഷം തോറും പുതുക്കാനും ഈ ആപ്പ് വഴി പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് SBI ജനറൽ ആപ്പ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതിനുശേഷം വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികളെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ ഓൺലൈനായി ഒരു ഇൻഷുറൻസ് എടുക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ SBI ജനറൽ ഇൻഷുറൻസ് ആപ്പ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ SBI ജനറൽ ഇൻഷുറൻസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നില്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ വരും. അപ്പോൾ നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് മെയിൻ ഇൻ്റർഫേസ് വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡിങ് ആവുന്നതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ജനറൽ ഇൻഷുറൻസ് ആപ്പ് ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ ഈ ഒരു ഇൻ്റർഫേസ് വരുമ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഒരു SBIയുടെ ഇൻഷുറൻസ് ഉണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം, ഇനി ഇല്ല എങ്കിൽ നോ കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇതുവരെയും അങ്ങനെ ഒരു ഇൻഷുറൻസും SBIയിൽ നിന്നും എടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ നോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാതെയും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാതെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്കിപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനകത്ത് SBIയുടെ എല്ലാ ഇൻഷുറൻസ് സ്കീമുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിനാണെങ്കിൽ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമെയിൽ ഐഡിയോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സൈൻ അപ്പ് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും നമ്മുടെ ഫോണിലുള്ള ഇമെയിൽ ID ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഇഷ്ടമുള്ള ഒരു ഇമെയിൽ ID നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏത് വേണമെങ്കിലും നമ്മൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. കണ്ടോ, വളരെ സിമ്പിളാണ്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്തു നിന്നും വ്യക്തമാക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ താഴെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷനിലാണോ ഇത് വന്നിട്ടുള്ളതെന്ന് നോക്കുക. ഓപ്ഷനിലാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇൻഷുറൻസ് പോളിസികളെ പറ്റി
ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത് എഡ്ജ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൂടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്നത് മോട്ടോർ, അതായത് കാറിൻ്റെ ഇൻഷുറൻസോ 2 വീലർ ഇൻഷുറൻസോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ സൈബർ അങ്ങനെ ആയിട്ടുള്ള, അതായത് കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള ഇൻഷുറൻസുകൾ എടുക്കുന്നതിന് വേണ്ടി. പിന്നെ നമുക്ക് സീ മോർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ് എടുക്കാനും ഹോം ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ളൊരു ഓപ്ഷനും ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട SBI ജനറൽ ഇൻഷുറൻസ് സ്കീമിനകത്ത് വരുന്ന മെയിൻ എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസുകളാണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിന് മുൻപ് നമുക്കിവിടെ ആൾ സർവീസ് എന്ന് പറഞ്ഞിട്ട് ക്ലൈം ഇൻറ്റിമേഷൻ, റിന്യൂവൽ പോളിസി, നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് നമ്മളൊരു ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ക്ലൈം ഇൻറ്റിമേഷൻ ആണെങ്കിൽ, അതായത് നമുക്കൊരു ക്ലൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ക്ലൈം ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, ക്ലൈം ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത്, മോട്ടോർ ആണെങ്കിൽ മോട്ടോർ, ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പോളിസി പുതുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിന്യൂവൽ പോളിസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ പോളിസി നമ്പർ അടിച്ചു കൊടുത്തിട്ട് പുതുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണെന്ന് നമുക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ്, അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലൊക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകൾ ഒക്കെ നമുക്കിവിടെ ഇതുപോലെ അവൈലബിൾ ആയി വരും. അതായത് പെട്ടെന്ന് നമുക്കൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ രോഗമോ വന്നാൽ നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ പോകണം, അതായത് നമുക്ക് SBI ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഈ ഇൻഷുറൻസ് സ്വീകരിക്കുന്ന ഹോസ്പിറ്റലുകളിലേക്ക് നമുക്ക് പോകുവാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് അവിടുത്തെ മൊബൈൽ നമ്പരും ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇത് വരുന്നത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാലുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ കണ്ടോ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ താഴെ. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മൾ ഈ ആപ്പ് ഉപയോഗിക്കാതെ മറ്റേ ഏതെങ്കിലും ഇൻഷുറൻസ് ഏജൻറ്റ് വഴിയൊക്കെ SBI ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ ലിങ്ക് മോർ പോളിസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലിങ്ക് മോർ പോളിസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഇൻഷുറൻസ് ലിങ്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ ഇൻഷുറൻസ് എത്ര ഉപയോഗിച്ചു അല്ലെങ്കിൽ എത്ര കാലം ഇനി ഉണ്ട്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും പോളിസി. പിന്നെ നമുക്ക് അതിൻ്റെ ഇൻറ്റിമേറ്റ് ക്ലൈം യുവർ പോളിസി, അങ്ങനെയുള്ള റിന്യൂവൽ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറൂടെ ടൈപ്പ് ചെയ്തിട്ട് വേണം അതൊന്ന് ലിങ്ക് ചെയ്തിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് ഇവിടെ അതർ സർവീസ് എന്ന് പറഞ്ഞ താഴെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2-3 ഓപ്ഷൻസ് കൂടെ ഇവിടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ ജനറൽ ഇൻഷുറൻസിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയിട്ടായിരിക്കും. അപ്പോൾ അവിടെ പോയി ഫിറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോയിട്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ തൽക്കാലം ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഇനി നമുക്ക് ഹോം പേജിലേക്ക് വരാം. അതായത് ഇവിടെ മെയിൻ ഇൻ്റർഫേസിൽ ഹോം എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് വന്നു. ഇനി എങ്ങനെയാണ് നമുക്കൊരു ഇൻഷുറൻസുകളെ പറ്റി അറിയാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക. അപ്പോൾ അല്ല എങ്കിൽ നമുക്ക് ഈ ഹെൽത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആണ് നമുക്ക് ഈ ഇൻഷുറൻസുകളുടെ ഡീറ്റെയിലുകളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഹെൽത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു OTP വരും. അപ്പോൾ ആ OTP ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി വരുന്നതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പോളിസികളുടെ ഡീറ്റെയിൽസുകൾ കാണാം. അതായത് നമുക്ക് SBI ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ആപ്പ് വഴി അല്ലെങ്കിൽ വേറൊരാൾ ഇൻഷുറൻസ് സ്കീമുമായിട്ട് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കണ്ടോ ഇത്രയും ഇൻഷുറൻസുകളാണ്, ഹെൽത്ത് ഇൻഷുറൻസുകളാണ് നമുക്ക് SBI പ്രൊവൈഡ് ചെയ്യുന്നത്. ഹെൽത്ത് എഡ്ജ്, ആരോഗ്യ സുപ്രീം, വളരെ നല്ലൊരു ഇൻഷുറൻസാണ് ആരോഗ്യ സുപ്രീം. പിന്നെ വരുന്ന ആരോഗ്യ സഞ്ജീവനി, അതും വളരെ നല്ലതാണ്. എല്ലാം നല്ലത് തന്നെയാണ്, ഞാൻ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ആരോഗ്യ ടോപ്പപ്പ്, ക്രിട്ടിക്കൽ ഇൽനെസ്, പേഴ്സണൽ ആക്സിഡൻറ്റ്. അപ്പോൾ ഇത്രയുമാണ് ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ
നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ ഹെൽത്ത് എഡ്ജ് അല്ലെങ്കിൽ ആരോഗ്യ സഞ്ജീവനി എന്ന് പറയുന്നത് ഈ ആരോഗ്യ സഞ്ജീവനി എന്ന് പറയുന്ന ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാൻ പ്ലാനുണ്ട്, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് ഇത് എടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആരോഗ്യ സഞ്ജീവനി എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എബൌട്ട് ആരോഗ്യ സഞ്ജീവനി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി. പിന്നെ കീ ഫീച്ചർ, കവറേജ് എത്രയാണ്, ഇവിടെ കണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. കവറേജ് എത്രയാണ്, നമുക്ക് റോഡ് ആംബുലൻസിന് 2000 രൂപ പെർ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ അധികം നമ്മൾ ഹോസ്പിറ്റൽ റൂം റെൻറ്റ് എത്ര രൂപ വരും, നഴ്സിംഗ് എക്സ്പെൻസ് എത്ര വരുന്നത്, മെഡിസിൻ എത്ര രൂപയാണ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കവറേജ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം നമുക്ക് സം ഇഷ്യൂർഡ്, ഇത് 1 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണ് നമുക്കിതിൽ നിന്നും ലഭിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ്, അപ്പോൾ മാക്സിമം എൻട്രി ഏജ് എന്ന് പറയുന്നത് ഈ ചിൽഡ്രൻ 65 വരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് പറഞ്ഞാൽ മാക്സിമം 18 വയസ്സ് മുതൽ ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഇതിൽ നിന്നും ഈ ഓരോ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കാം. പിന്നെ ഇവിടെ ഒരു ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ്സ് പോളിസി ബ്രൗഷർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ അതായത് ഈ ഇൻഷുറൻസ് കൊണ്ട് നമുക്ക് വ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഷുറൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽ 17 പേജുള്ളൊരു ബ്രൗഷറാണ്. അപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കാം. നിങ്ങൾക്ക് അതിന് ശേഷം ഒരു ഇൻഷുറൻസ് പോളിസി സെലക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഡൗൺലോഡ് പോളിസി ഓർഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ബ്രൗഷർ പരസ്യമായിട്ടുള്ളതല്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോ ചികിത്സയ്ക്കും എന്തൊക്കെയാണ് കിട്ടുന്നത്, ഓരോ റൂമിൻ്റെ റെൻ്റ് എത്ര ശതമാനമാണ്, എത്രയാണ് അതിന് കിട്ടുന്നത്, ചികിത്സയ്ക്ക് ഓരോ അസുഖത്തിന് എത്രയാണ് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും SBI ജനറൽ ഇൻഷുറൻസിൻ്റെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നമുക്കൊരു മോട്ടോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാഹന ഇൻഷുറൻസുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഒരു കാറിൻ്റെ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ പ്രൈവറ്റ് കാറാണ്, പ്രൈവറ്റ് കാറെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറേ അധികം ഇതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ കാണാൻ പറ്റും. അതായത് ഇങ്ങനെയുള്ള ഓരോ ക്ലെയിം ചെയ്യുന്നത്, കവറേജ് എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കിയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഹോം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ വീടിനെ ഇൻഷുറൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു ഹോം ലോണൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അതും കൂടെ നമ്മളൊന്ന് ഇവിടെ താഴെ ഗെറ്റ് കോട്ട എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കുറേയധികം ഇൻഷുറൻസ് പോളിസികളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലാൻഡാണ് ഇൻഷുർ ചെയ്യുന്നതെങ്കിൽ നമുക്കിത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓണർ സ്വന്തം വീടാണെങ്കിൽ അത് കൊടുക്കാം. ഇൻഡിവിജ്വലായിട്ട് ഓർഗനൈസേഷൻ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൊടുത്തിട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാടകയ്ക്കാണെങ്കിലാണ് മുകളിലുള്ളത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് കാര്യത്തിന് ഇൻഷുറൻസ് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺടാക്റ്റ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇൻഷുറൻസ് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ട്രാവൽ ഇൻഷുറൻസ്, സൈബർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷുറൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ മോട്ടോർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു 2 വീലർ ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 വീലർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബൈക്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എടുക്കണമെങ്കിൽ നമുക്ക് താഴെ ഗെറ്റ് കോട്ടെ എന്ന് പറയുന്ന ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ഇൻഷുറൻസ് പ്ലാനുകൾ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക, മെയിൽ കൊടുക്കുക, അതിനുശേഷം വെഹിക്കിൾ നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്റ്റർ നമ്പർ വേണം അവിടെ കൊടുക്കേണ്ടത്. രജിസ്റ്റർ നമ്പർ കൊടുത്തതിന് ശേഷം
നമുക്ക് SBI ഇൻഷുറൻസിൻ്റെ ബൈക്ക് ഇൻഷുറൻസ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണാം. അതിൽ നിന്നും നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് അവർ തന്നെ നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതാണ് SBI ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സംബന്ധിച്ച് വരുന്നത്. മുകളിൽ കണ്ടോ, ഇവിടെ ഏറ്റവും മുകളിൽ വലത് സൈഡ് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ട്രാവൽ ഇൻഷുറൻസ്, ക്ലെയിം ഇൻറ്റിമേഷൻ, ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളുടെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമർ കെയറുമായിട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. പിന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഞാനിത് പറഞ്ഞതാണ്, എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ കാണിക്കുന്നു. നമ്മളെ ഏറ്റവും അടുത്തുള്ള സ്ഥലം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലമാണ് കാണേണ്ടതെങ്കിൽ ഇവിടെ മുകളിൽ സെർച്ചിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ട്രിവാൻഡ്രം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ട്രിവാൻഡ്രം ത്തുള്ള ഹോസ്പിറ്റലുകളാണ് കാണേണ്ടതെങ്കിൽ ട്രിവാൻഡ്രം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്തെ ആയിരിക്കും. ട്രിവാൻഡ്രം എന്ന് കൊടുത്താൽ കിട്ടില്ല, തിരുവനന്തപുരം എന്ന് കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. തിരുവനന്തപുരം കൊടുത്തു സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഏത് ജില്ലയിലാണോ ഇത്രയും ഹോസ്പിറ്റലുകൾ കണ്ടോ, ഏതൊക്കെ ഹോസ്പിറ്റൽ എടുക്കും ആ ഹോസ്പിറ്റലുകളെല്ലാം, ആ ഹോസ്പിറ്റലിലൊക്കെ ഇൻഷുറൻസ് പോളിസി സ്വീകരിക്കുന്ന ഹോസ്പിറ്റലുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളടുത്ത് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് SBI ജനറൽ ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഹോസ്പിറ്റൽ ചികിത്സ കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കാൻ ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എടുത്താൽ മതിയാവും. ചിലപ്പോൾ ഏതെങ്കിലും ഏജൻറ്റുമാർ വന്ന് അവരുടെ പോളിസി എടുക്കുന്നതിന് വേണ്ടി അവർ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടെന്നൊക്കെ പറയും, പക്ഷേ അതൊന്നും ചിലപ്പോൾ ശരിയായെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അടിച്ചു നോക്കിയതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഇൻഷുറൻസിനെ പറ്റി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.